വോട്ട് ചെയ്യാൻ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ജിസേൽ രണ്ടാളിന് വേണ്ടി കൈപൊക്കിയേക്കുന്നു. അതെന്താ അങ്ങനെ കൈപൊക്കിയെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് ജിസേലിനോട്. രണ്ടുപേർക്കും വിഷമം ഉണ്ടായിരിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ ചെയ്തതെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയാണ്, ഞാൻ ആദ്യം സാബുമാന് വേണ്ടി കൈപൊക്കി, പിന്നെ ഞാൻ അക്ബറിന് വേണ്ടി കൈപൊക്കിയെന്ന് പറയുന്നുണ്ട്. അനീഷ് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ആദിലയോട് ചിലപ്പോൾ ഇനി ഷാനവാസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദില ആരാന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയാനാണ് സാധ്യത. കാരണം എന്നേട്ട് അത്രയും അടുപ്പമായെന്ന് അനീഷ് പറയുകയാണ്. അങ്ങനെ ആയാലും എനിക്ക് സന്തോഷമെന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും എല്ലാവരും കൂടെ ഷാനവാസിനെ കളിയാക്കുകയാണ്. ജയിലിനകത്തേക്ക് നോക്കിയിട്ട് അനുമോള് ചോദിക്കുന്നുണ്ട്, ചൂടെടുക്കുന്നില്ലേ? അന്ന് പറഞ്ഞാൽ ആ ചൂടെടുക്കുന്നില്ല അതിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുമോള് വീണ്ടും ചോദിക്കുകയാണ്, ഫുഡ് ഉണ്ടാക്കണ്ടേ? ഉള്ള ഫെയിം കളയാനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് അനുമോള് പറയുന്നുണ്ട്. കരിവാരി തേച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഉള്ളവരെന്നും പറയുന്നുണ്ട്. നൂറ പറയുന്നുണ്ട്, എനിക്ക് പക്ഷെ നീ ക്യാപ്റ്റൻ ആവണം. ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ആർക്കും എന്നെ ഇഷ്ടമില്ലെന്ന് അനുമോള് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയാണ്, എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അനീഷ് ജയിലിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ എന്നിൽ മുതിർന്ന ആൾക്കാരെ പേരിട്ടും നീന്നും വിളിച്ചിട്ടില്ല. ഷാനവാസിനെ എൻ്റെ അയ്യോ ഞാൻ എന്തൊക്കെയാ വിളിച്ചേക്കുന്നത്. അനുമോള് ജിസേലിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, എന്നെ ആരും ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യത്തില്ല. കാരണം നോമിനേറ്റ് ചെയ്ത് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ ഉണ്ടല്ലോ എവിക്ഷനിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ആരും നോമിനേറ്റ് ചെയ്യത്തില്ല. എനിക്ക് കുഴപ്പമില്ലെന്നും അനുമോള് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആദില ജിസേലിനോട് പറയുന്നുണ്ട്, നീ ആ ആര്യൻ്റെ പുറകെ നടന്ന് അവനെ കളിക്കാനും സമ്മതിക്കത്തില്ല, നീ സ്വന്തമായിട്ട് കളിക്കത്തില്ല, നീ അവനെ കളിപ്പിക്കാൻ വേണ്ടിയാണോ ഇവിടെ വന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ പറയാം, അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഒരു സത്യവും കൂടെ നമ്മുടെ ജിസേൽ ഇന്ന് ലൈവിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് ആ വീട് എടുത്ത് പറയുന്നുണ്ട്, ആ കണ്ടോ അങ്ങനെ ആയിപ്പോയി. ഹൗസിലുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം അവർ രണ്ടുപേരും കൂടി ഭയങ്കരമായ ക്ലോസ് ആണെന്ന്. പക്ഷേ ഇവിടെ പുറത്തുള്ളവർക്കാണത് ഒട്ടും മനസ്സിലാവാത്തത്. അതുപോലെ തന്നെ ലാലേട്ടൻ ഒട്ടും മനസ്സിലായില്ലെന്നുള്ളതാണ്. അനുമോള് പറഞ്ഞപ്പോഴത്തേനും അനുമോളെ എന്തൊക്കെയാ പറഞ്ഞത്.